എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാജ്യത്തെ ആദായ നികുതി നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പാൻ കാർഡ് നിർബന്ധിതമായ ഇടപാടുകളുടെ പരിധിയിൽ കേന്ദ്ര സർക്കാർ പുതിയ മാറ്റങ്ങൾ വരുത്തുന്നു. 2026 ഏപ്രിൽ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ദൈനംദിന സാമ്പത്തിക ഇടപാടുകളിൽ സാധാരണക്കാർക്ക് വലിയ ഇളവുകൾ ലഭിക്കും. ഉയർന്ന ഇടപാടുകൾക്ക് കൂടുതൽ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തുന്നതോടൊപ്പം ചെറുകിട ഇടപാടുകാരുടെ നൂലാമാലകൾ കുറയ്ക്കുക എന്നതാണ് പുതിയ പരിഷ്കരണത്തിന്റെ ലക്ഷ്യം. കരട് നിയമത്തിലെ പ്രധാന 5 മാറ്റങ്ങൾ ഇനി പറയുന്നവയാണ്. അതിലൊന്ന്, നിലവിൽ ഒരു ദിവസം 50,000 രൂപയ്ക്ക് മുകളിൽ ബാങ്കിൽ നിക്ഷേപിക്കാൻ പാൻ കാർഡ് നിർബന്ധമാണ്. എന്നാൽ പുതിയ നിയമപ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ ആകെ 10 ലക്ഷം രൂപയോ അതിലധികമോ നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുമ്പോൾ മാത്രം പാൻ കാർഡ് നൽകിയാൽ മതി എന്നുള്ളതാണ്. ഇതിൽ ചെറുകിട വ്യാപാരികൾക്കും സാധാരണക്കാർക്കും വലിയ ആശ്വാസം നൽകും. രണ്ടാമത്തേത് വാഹനം വാങ്ങുമ്പോഴുള്ള ഇളവുകളാണ്. വാഹനം വാങ്ങുമ്പോൾ പാൻ കാർഡ് നൽകേണ്ട തുക പരമാവധി 5 ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ ഏതൊരു വാഹനത്തിനും പാൻ കാർഡ് നിർബന്ധമായിരുന്നു. എന്നാൽ ഇനി മുതൽ 5 ലക്ഷത്തിന് താഴെയുള്ള കാറുകൾ വാങ്ങുമ്പോൾ പാൻ കാർഡ് നൽകേണ്ടതില്ല. അതേസമയം ഉയർന്ന വിലയുള്ള ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാകും. മൂന്നാമത്തെ മാറ്റം, ഹോട്ടൽ ബില്ലുകൾക്കും ആഘോഷങ്ങൾക്കും പരിധി പുനഃക്രമീകരിച്ചു എന്നുള്ളതാണ്. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബാങ്കറ്റ് ഹാളുകൾ എന്നിവിടങ്ങളിലെ പണം ഇടപാടുകൾക്ക് നിലവിൽ 50,000 രൂപ എന്ന പരിധി 1 ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. ഇതോടെ കല്യാണങ്ങൾക്കും മറ്റ് ഹോട്ടൽ പണം ഇടപാട് നടത്തുമ്പോഴും നേരിടുന്ന ചെറിയ തടസ്സങ്ങൾ ഒഴിവാകും. നാലാമത്തെ മാറ്റം, വസ്തു ഇടപാടുകളുടെ പരിധിയിൽ വന്നിട്ടുള്ളതാണ്. വസ്തു വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും പാൻ കാർഡ് ആവശ്യമാകുന്ന തുക 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വസ്തുവില വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് ഈ മാറ്റം. അഞ്ചാമത്തേത്, ഇൻഷുറൻസ് മേഖലകളിൽ പുതിയ അക്കൗണ്ടുകൾ തുടങ്ങുമ്പോൾ പാൻ കാർഡ് നിർബന്ധമാക്കാനാണ് സർക്കാർ തീരുമാനം. നിലവിൽ വാർഷിക പ്രീമിയം 50,000 രൂപയ്ക്ക് മുകളിൽ വരുന്നവർക്ക് മാത്രമാണ് പാൻ കാർഡ് നിർബന്ധമായിരുന്നുള്ളൂ. ഇനി മുതൽ എല്ലാ ഇൻഷുറൻസ് അക്കൗണ്ടുകൾക്കും പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടി വരും. മറ്റു മാറ്റങ്ങൾ ഇങ്ങനെയാണ്. ക്രിപ്റ്റോ ഇടപാടുകളുടെ വിവരങ്ങൾ എക്സ്ചേഞ്ചുകൾ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യണം. ഡിജിറ്റൽ കറൻസി ഔദ്യോഗിക പണമിടപാടായി അംഗീകരിക്കുക തുടങ്ങിയ മാറ്റങ്ങളും കരട് റിപ്പോർട്ടിലുണ്ട്. കരട് നിയമം പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം നൽകിയിരുന്നു. ഏപ്രിൽ 1 മുതൽ ഇത് നടപ്പിലാവുകയാണ്. ഏപ്രിൽ 1 മുതൽ പാൻ കാർഡിന് അപേക്ഷിക്കുമ്പോഴും വലിയ മാറ്റം വന്നിട്ടുണ്ട്. അപേക്ഷിക്കുന്നവർക്കായി 2026 ഏപ്രിൽ 1 മുതൽ രാജ്യത്തുടനീളം പുതിയ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുകയാണ്. അപേക്ഷാ ഫോമുകളിലും രേഖകളിലും വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്. ഈ 2026 മാർച്ച് 31 വരെ വളരെ എളുപ്പത്തിൽ ആധാർ കാർഡ് ഉപയോഗിച്ച് പാൻ കാർഡിന് അപേക്ഷിക്കാൻ സാധിക്കും. എന്നാൽ ഏപ്രിൽ 1 മുതൽ ആധാർ കാർഡ് കൂടാതെ മറ്റ് രേഖകൾ കൂടി സമർപ്പിക്കേണ്ടി വരും. പുതിയ നിയമപ്രകാരം ജനനതീയതി സ്ഥിരീകരിക്കുന്ന ആധാറിന് പുറമെയുള്ള പ്രത്യേക രേഖകൾ ആവശ്യമാണ്. ജനന സർട്ടിഫിക്കറ്റ്, വോട്ടർ ID അല്ലെങ്കിൽ പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, SSLC ബുക്ക് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നൽകിയാൽ മതിയാകും. മറ്റൊരു മാറ്റം, ഏപ്രിൽ 1 മുതൽ പാൻ കാർഡിലെ പേരും ആധാർ കാർഡിലെ പേരും അക്ഷര തെറ്റുകളില്ലാതെ കൃത്യമായി ഒത്തുപോയാൽ മാത്രമേ അപേക്ഷകൾ സ്വീകരിക്കൂ. നിലവിലെ പാൻ അപേക്ഷാ ഫോമുകളിൽ മാർച്ച് 31 തീർപ്പ് ഉണ്ടാക്കും. അത് നിലനിർത്തുകയും ചെയ്യും. ഏപ്രിൽ 1 മുതലാണ് പുതിയ ഫോമുകൾ ലഭ്യമാക്കുക. ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലുള്ള കോമൺ സർവീസ് സെന്ററുകളിൽ ഈ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും അടുത്തുള്ള CSEയിലോ abhirendra.pal@csc.gov.in എന്ന മെയിൽ വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ്. അധിക നടപടികൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ 2026 മാർച്ച് 31 മുമ്പായി പുതിയ അപേക്ഷാ നടപടികൾ പൂർത്തീകരിക്കുക. KYC കൂടുതൽ കർശനമാക്കും. ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP വഴി മാത്രമേ അപേക്ഷ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ പാൻ കാർഡ് ഉള്ളവർക്ക് ഈ നിയമം ബാധകമല്ല. എന്നാൽ വിവരങ്ങളിൽ തിരുത്തൽ വരുത്താൻ ശ്രമിക്കുമ്പോൾ പുതിയ നിയമങ്ങൾ ബാധകമാകും. ഇന്ത്യയിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന പ്രവാസികൾക്കും ഈ പുതിയ രേഖാ സമർപ്പണ നിയമങ്ങൾ ബാധകമായിരിക്കും. അവർ പാസ്പോർട്ട് പ്രധാന രേഖയായി നൽകേണ്ടി വരും. ആധാർ കാർഡും പാൻ കാർഡും ബന്ധിപ്പിക്കുന്നതിനുള്ള സമയപരിധി 2025 ഡിസംബർ 31 അവസാനിച്ചിരുന്നു. ഇതിനുശേഷം പിഴയോടുകൂടി ബന്ധിപ്പിക്കാൻ അവസരമുണ്ട്. മാർച്ച് 31 കഴിഞ്ഞാൽ ബന്ധിപ്പിക്കാത്ത ആധാർ കാർഡ്, പാൻ കാർഡുകൾ റദ്ദാവാനുള്ള സാധ്യതയുണ്ട്. പിന്നീട്
വലിയ തുക ഫൈൻ ഈടാക്കുകയും ചെയ്യും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്കും.